അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഉദിച്ചുയർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമായിരുന്നു ഡൽഹി മദ്യനയ കേസ്. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കിയത് CBI എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ തലക്കിട്ട് കിട്ടിയ ഒന്നാന്തരം കൊട്ടാണ്. കൊട്ടിയത് CBIക്കാണെങ്കിലും അതിൻ്റെ ആഘാതവും പെരുപ്പവും BJPക്കാണ് എന്നതാണ് വസ്തുത. ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെയും രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിന് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം BJP നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഇന്ന് ഡൽഹി കോടതി വിധിയിലൂടെ തകർന്നു പോകുന്നത്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും ഡൽഹി മദ്യനയ കേസിൽ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. കേസ് അന്വേഷിച്ച CBI സമർപ്പിച്ച 1000 പേജുള്ള കുറ്റപത്രം പാടെ നിരാകരിച്ചാണ് കോടതിയുടെ വിധി. ആം ആദ്മി പാർട്ടിയുടെ അടിവേരിളക്കിയ കേസിനാണ് ഈ കോടതി വിധിയോടെ ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. CBIയുടെ അന്വേഷണം അപൂർണവും മുൻവിധികൾ നിറഞ്ഞതുമാണ് എന്നും റോസ് അവന്യൂ കോടതി നിരീക്ഷിച്ചു. മതിയായ തെളിവുകളില്ലാതെ കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസി കുറ്റപത്രം തയ്യാറാക്കിയത് എന്ന് പറഞ്ഞ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്കെതിരെ വകുപ്പുതല നടപടികൾക്കും ശുപാർശ നൽകിയിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിയമവിരുദ്ധമായ അന്വേഷണ രീതികളാണ് CBI നടത്തിയത് എന്നാണ് കോടതി വിമർശിച്ചത്. CBIയുടെ വാദങ്ങൾ സാമ്പത്തികമായും നിയമപരമായും നിലനിൽക്കാത്തതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. CBI മുന്നോട്ട് വെച്ച ഗൂഢാലോചന സിദ്ധാന്തത്തെ പൊളിച്ചടുക്കിയ കോടതി കേസിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്തു. കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം ഉണ്ടെന്ന മുൻധാരണയിലാണ് അന്വേഷകർ പ്രവർത്തിച്ചത്. ക്രിമിനൽ ഉദ്ദേശത്തിന്റെ തെളിവുകളില്ലാതെ സാധാരണ സാമ്പത്തിക ഇടപാടുകളെ കുറ്റകൃത്യമായി ചിത്രീകരിക്കാൻ ഏജൻസി ശ്രമിച്ചു. സംശയാസ്പദമെന്ന് വിശേഷിപ്പിച്ച നയപരമായ സവിശേഷതകൾ യഥാർത്ഥത്തിൽ വിപണിയിലെ മത്സരത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കേസ് ജുഡീഷ്യൽ പരിശോധനയിൽ നിലനിൽക്കില്ല എന്നും അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ് എന്നും കോടതി വിധിച്ചു. CBI ഉപയോഗിച്ച സൗത്ത് ഗ്രൂപ്പ് എന്ന പദം ഏകപക്ഷീയമാണ് എന്നും തെളിവുകളുടെ അടിസ്ഥാനമില്ലാത്തതാണ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ വളർന്ന് അഴിമതി വിരുദ്ധത മുഖമുദ്രയാക്കി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ പതനത്തിന് നിദാനമായ കേസിന് ഇതോടെ അന്ത്യമായിരിക്കുകയാണ്. പിഴവുകൾ മാത്രം നിറഞ്ഞ കുറ്റപത്രമെന്നാണ് CBIയുടെ 1000 പേജ് വരുന്ന കുറ്റപത്രത്തെ കോടതി ഇന്ന് വിശേഷിപ്പിച്ചത്. പ്രതികൾ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയെന്നോ കുറ്റം ചെയ്തെന്നോ തെളിവിന്റെ ഒരു കണികയെങ്കിലും ഹാജരാക്കി തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ല എന്നാണ് കോടതിയുടെ വിമർശനം. മതിയായ തെളിവുകളില്ല. എന്തിന് ഒരു സാക്ഷിമൊഴി പോലും ഹാജരാക്കുന്നതിൽ രാജ്യത്തെ ഏറ്റവും ഉന്നതമെന്ന് വിശേഷിപ്പിക്കാവുന്ന അന്വേഷണ ഏജൻസി അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. വിധി വന്ന ശേഷം മാധ്യമങ്ങളോട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചാണ്. ആ അർത്ഥത്തിൽ കോടതി വിധി തിരിച്ചടിയാകുന്നത് CBIക്കാണെങ്കിലും അതിൻ്റെ ആഘാതം BJPക്കാണ് എന്ന് പറയാം. 2021 ഡിസംബറിൽ ഡൽഹി സർക്കാർ നടപ്പാക്കിയ മദ്യനയത്തിന്റെ ചുവട് പിടിച്ചാണ് BJP ആം ആദ്മിയെ വേട്ടയാടാൻ തുടങ്ങിയത്. ആദ്യം രാഷ്ട്രീയമായി മദ്യനയത്തെ ഉപയോഗിച്ച BJP 2025 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മദ്യനയത്തെ പരുവപ്പെടുത്തിയെടുത്ത് ഉപയോഗിച്ചു. പിന്നീട് നിയമവും അന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചായി വേട്ടയാടൽ. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും വിലക്കെടുത്തപ്പോഴും ഡൽഹി BJPയുടെ കയ്യിൽ നിന്ന് എന്നും അകന്നു നിന്നിരുന്നു. ഇത് BJPക്കുണ്ടാക്കിയ അലോസരം ചെറുതൊന്നുമല്ല. ഏത് വിധേനയും രാജ്യതലസ്ഥാനത്ത് അധികാരം പിടിക്കേണ്ടത് BJPയുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വീണ് കിട്ടിയ ആയുധമായിരുന്നു മദ്യനയം. എന്നാൽ കേസിൽ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ BJPക്ക് രാഷ്ട്രീയമായി ഏറ്റ കനത്ത തിരിച്ചടിയായി വിലയിരുത്താം. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറച്ച ബോധ്യമുണ്ട് എന്നാണ് വിധിക്ക് ശേഷം കേജ്രിവാളിന്റെ പ്രതികരണം. മനീഷ് സിസോദിയെ കോടതിക്ക് പുറത്തുവെച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞ കേജ്രിവാൾ തന്റെ സമ്പാദ്യം സത്യസന്ധത മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന് കേജ്രിവാൾ BJPക്കെതിരെ തുറന്നടിക്കുന്നു. സത്യം ജയിക്കുമെന്ന ഉറച്ച വിശ്വാസം പിഴച്ചില്ലെന്നാണ് കോടതി വിധിയെക്കുറിച്ച് കേജ്രിവാൾ പറഞ്ഞത്. മാധ്യമങ്ങളോട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഇങ്ങനെ: പാർട്ടിയിലെ 5 മുതിർന്ന നേതാക്കളെ ജയിലിലടച്ചു. മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി ജയിലിലാക്കി. കേജ്രിവാൾ അഴിമതിക്കാരനല്ല. എൻ്റെ ജീവിതത്തിൽ സത്യസന്ധത മാത്രമേ പുലർത്തിയിട്ടുള്ളൂ. കേജ്രിവാളും സിസോദിയും സത്യസന്ധരാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. എപ്പോഴും സത്യം മാത്രം ജയിക്കും. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങി ആം ആദ്മി പാർട്ടി നേതാക്കളെയും BRS നേതാവ് K കവിതയും ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വിട്ടയച്ചു.
വിചാരണ പോലും നടത്താൻ പര്യാപ്തമായ ഒരു തെളിവില്ലാത്ത കേസാണ് എന്നാണ് ഡൽഹി കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് പറഞ്ഞത്. 2021 നവംബറിലായിരുന്നു ഡൽഹി സർക്കാരിന്റെ പുതിയ മദ്യനയം. സർക്കാർ മദ്യശാലകൾ ഒഴിവാക്കി സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് നൽകാൻ മദ്യനയത്തിലൂടെ സർക്കാർ തീരുമാനമെടുക്കുന്നു. കള്ളക്കടത്ത് തടഞ്ഞ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് നൽകുന്നതിന് സർക്കാർ കണ്ടെത്തിയ ന്യായീകരണം. മദ്യശാലകൾ അർദ്ധരാത്രി വരെ പ്രവർത്തിപ്പിക്കാനും പരിധിയില്ലാത്ത വിലക്കുറവിൽ നൽകാനും പുതിയ മദ്യനയം അനുമതി നൽകി. ഇതുവഴി മദ്യവിൽപ്പനയിൽ 27% വർധനവ് ഉണ്ടായി എന്നാണ് സർക്കാർ അവകാശവാദം. അതായിരുന്നു തുടക്കം. ഡൽഹിയുടെ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി കൊണ്ടിരുന്ന BJP ഈ പുതിയ മദ്യനയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതിന് ബലം പകരുന്ന രീതിയിൽ 2022 ജൂലൈയിൽ ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിന്റെ റിപ്പോർട്ടും മദ്യനയത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നും സ്വകാര്യ വിൽപ്പനക്കാർക്ക് അനാവശ്യമായി ആനുകൂല്യങ്ങൾ നൽകിയെന്നും കോവിഡ് കാലത്തെ ലൈസൻസ് ഫീൽഡിൽ 144 കോടി രൂപയുടെ ഇളവ് നൽകിയത് ഇതിന് ഉദാഹരണമാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു റിപ്പോർട്ട്. ഇതിന്റെ ചുവട് പിടിച്ച് കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ഉത്തരവിടുക കൂടി ചെയ്തതോടെ BJPയുടെ രാഷ്ട്രീയ കളിക്കുള്ള കളമൊരുങ്ങുകയായി. തൊട്ടുപിന്നാലെ സർക്കാർ മദ്യനയം പിൻവലിച്ചെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ പതനത്തിന്റെ ആരംഭമായിരുന്നു അത്.